ഇപ്പോൾ ഈ മ്യൂസിക് ഷോയുടെ വിജയം മാത്രം എൻ്റെ ലക്ഷ്യം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ ഈ ശ്യാമ എങ്ങനെയാച്ചാ തോൽക്കുക? എൻ്റെ കണ്ണൻ്റെ അനുഗ്രഹം കൂടി ആവുമ്പോൾ ഞാൻ വിജയിക്കും, ഉറപ്പായിട്ടും വിജയിക്കും. കൃഷ്ണ, എന്റെ മോള് ഇപ്പൊ അവിടെ എന്നെ കാണാതെ വിഷമിക്കാവും. എങ്ങനാ എന്റെ മോളെ ഒന്ന് കാണുക? അരുണിനെ വിളിക്കാം. അഭിരാമി, എന്താ? എന്റെ ശ്രീകുട്ടി അവിടെ. വിഷമിക്കണ്ട, ഇവിടെ മോൾക്ക് ഒരു പ്രശ്നവുമില്ല. എന്റെ മോൾ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടല്ലേ? സാരമില്ല, അമൃതേട്ടത്തി ശ്രീകുട്ടിയെ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഉണ്ടല്ലോ, പിന്നെന്താ? അങ്ങനെ അരുണിന് മോളുടെ അടുത്ത് ചെല്ലാൻ പറ്റുമോ? എല്ലാവരും സംശയിക്കില്ലേ? ശരിയാ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ ശ്രീകുട്ടി സമാധാനിപ്പിക്കുന്നുണ്ട്. ഒടുവിൽ മോൾ അവിടെ തന്നെ എത്തിയല്ലോ, അതാ എനിക്കിപ്പോ കുറച്ചെങ്കിലും ആശ്വാസം. അത് തന്നെ എൻ്റെ ആശ്വാസം. എൻ്റെ മോള് ഇപ്പം എൻ്റെ അടുത്തുണ്ടല്ലോ. അങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോയ ഒരച്ഛൻ്റെ വാത്സല്യം അത് കുറച്ചെങ്കിലും അവർക്ക് കിട്ടട്ടെ, അല്ലേ? എന്തൊക്കെയാണെങ്കിലും ശരി, എന്റെ മോക്ക് ആ ഭാഗ്യമുണ്ടായി. അഭിവിഷമിക്കണ്ട, സുഖമായിട്ട് ഉറങ്ങിക്കോ. ഇവിടെ മോൾക്ക് അവളുടെ അച്ഛനുണ്ട്. അഭി, എന്താ ഒന്നും മിണ്ടാത്തെ? സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോയി. ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ, ഒരുപാട് വേദനിച്ചില്ലേ? എന്നിട്ടിപ്പോഴും അതിനൊരു മാറ്റവും ഇല്ലല്ലോ. അഭി, ഇതെല്ലാം മാറും. ഇനി എൻ്റെ ശ്രദ്ധ എപ്പോഴും അഭിരാമിയുടെയും മോളുടെയും കാര്യത്തിലുണ്ടാവും. പോലീസ് കേസെല്ലാം തീർന്ന് എല്ലാം നേരെയാവുന്നൊരു കാലം വരും. ഞാനല്ലേ പറയുന്നേ? എന്നാ ഞാനിപ്പോൾ മോളുടെ അടുത്തേക്ക് പോവാം, പിന്നെ വിളിക്കാം. ശരി? ഓക്കേ അരുൺ. ഈശ്വര, ഈ വാക്കുകൾ, ഈ സാന്ത്വനം, അത് മതി എന്റെ ജീവിതത്തിൽ.